Yes. Hello everyone. Welcome to Rahil's Academy. കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജിയിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ടറ്റില് കോമൺ ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അത് സൈക്കോളജിയിലായിക്കോട്ടെ, പിന്നെ ഏത് ടോപ്പിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ടോപ്പിക്സിലും എല്ലാ വർഷവും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട VIP ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ VIP ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, നിങ്ങൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമ്മുടെ അക്കാഡമിയിൽ ഇന്ന് മുതൽ, അതായത് ഇന്ന് Day 1 ആണ്, ഇന്ന് മുതൽ കേട്ടറ്റില് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നമ്മൾ സ്പെസിഫിക്കലി സെലക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ചോദ്യം തരും, അതിന്റെ ആൻസർ കീ തരും, അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു ചോദ്യം എടുക്കും, അതിന്റെ ആൻസർ കീ എടുക്കും, അതിന്റെ കൂടെ തന്നെ ആ ആൻസറിന്റെ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അഡീഷണലി പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അഡീഷണലി ഇത് സീരീസ് 1 ആണല്ലോ, അപ്പൊ അടുത്ത ഓരോ സീരീസ് ലഭിക്കാനും വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടിട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അഡീഷണലി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അഡ്വാൻസ് ഓർഗനൈസർ ഈസ് ദി കോൺസെപ്റ്റ് പുട്ട് ഫോർത്ത് ബൈ. ഓക്കെ, അതായത് ലേണിംഗ് തിയറീസിലെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പ്രൊപ്പൗണ്ട് ചെയ്തത് ആരാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ബ്രൂണർ ഉണ്ട്, പ്യാക്കെ ഉണ്ട്, ഓസബൽ ഉണ്ട്, ഗാഗ്നെ ഉണ്ട്. ഓക്കെ, ഇതിൽ ആരാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിന്നെ പ്രൊപ്പൗണ്ട് ചെയ്ത് ആരാന്ന് ചോദിക്കുന്നത്? പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, കാരണം ഞാൻ പോസ് ചെയ്യാൻ സമയം കൊടുക്കുന്നില്ല, അപ്പൊ വെറുതെ സമയം അങ്ങനെ കളയും. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പിന്നെ ക്വസ്റ്റിന് ശേഷം കുറെ സമയം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ. നിങ്ങൾ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് ഓസബൽ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. Advanced organizer is a concept developed by David, an important theorist in cognitive learning theory. അല്ലെ, കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ കീഴിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിസ്റ്റ് ആണ് ഈ പറയുന്ന ഡേവിഡ് പി ഒസബൽ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, അഡ്വാൻസ് ഓർഗനൈസർ എന്നുള്ളത്. അപ്പൊ എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ? An advanced organizer is information given to learners before they learn new material. Its purpose is to provide general framework or mental structure that helps students connect new information with what they already know. Okay, ഉദാഹരണത്തിന് എക്കോളജി സിസ്റ്റം നശിക്കപ്പെടുകയാണ് അല്ലെ, അതായത് CO2 എമിഷന്, അതുപോലെ തന്നെ വൈൽഡ് ഫയർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ എക്കോളജി എന്ത് ചെയ്യാണ്, നശിക്കപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കുട്ടികളോട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് എന്താണ് എക്കോളജി എന്നുള്ളത്. ഓക്കെ, എക്കോളജി എന്താണെന്ന് ആദ്യം കുട്ടികൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അതിനനുസരിച്ചിട്ട് നമുക്ക് എക്കോളജിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്, അവര് ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന അഡ്വാൻസ് ഓർഗനൈസ് അല്ലെ. അതായത് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണത് ഈ ഒരു കോൺസെപ്റ്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which of the following is not a cognitivist? ഈ പറയപ്പെടുന്നതില് കോഗ്നിറ്റിവിസ്റ്റ് അല്ലാത്തത് ആരെന്ന ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒസബൽ ഉണ്ട്, ടോൾമാൻ ഉണ്ട്, വാട്സൺ ഉണ്ട്, ഡെവേ ഉണ്ട്. ഇതിൽ ആരാണ് കോഗ്നിറ്റിവിസ്റ്റ് അല്ലാത്ത ആരെന്ന് ചോദിക്കുന്നത്? പോസ് ചെയ്യുക. കറക്റ്റ് ആൻസർ എന്താണ്? JB വാട്സൺ ആണ്. ഓക്കെ, JB വാട്സൺ ഈസ് നോട്ട് എ കോഗ്നിറ്റിവിസ്റ്റ്. ഹി ഈസ് വൺ ഓഫ് ദി മേജർ ഫൗണ്ടർ ഓഫ് ബിഹേവിയറിസം. ഓക്കെ, JB വാട്സൺ എന്തല്ല, കോഗ്നിറ്റിവിസം ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിസ്റ്റ് അല്ല. അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് എന്താണ്, ബിഹേവിയറിസം ആണ്. അപ്പോ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അല്ലെ, ബാക്കിയുള്ള ആളുകളൊക്കെ ആരാന്നുള്ളത്, അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒസബൽ എന്ന് പറയുമ്പോൾ ആരാണ്, കോഗ്നിറ്റിവിസം ഫോക്കസ് ചെയ്ത ആളാണ്. എന്താണ് പുള്ളിക്കാരന്റെ മെയിൻ ഐഡിയസ് എന്തായിരുന്നു? മീനിങ് ഫുൾ ലേണിംഗ്, അഡ്വാൻസ് ഓർഗനൈസർ പോലുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ടോൾമാൻ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? അദ്ദേഹം എന്താണ്, കോഗ്നിറ്റിവിസ്റ്റ് തിയറിസ്റ്റ് ആണ്. അദ്ദേഹം എന്താണ്, കോഗ്നിറ്റീവ് മാപ്സ്, പേർപ്പസീവ് ലേണിംഗ് പോലുള്ള
ഐഡിയാസ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിസ്റ്റ് ആണ്. JB വാട്സൺ എന്തായിരുന്നു? അദ്ദേഹം ബിഹേവിയറിസം ഫോക്കസ് ചെയ്ത ആളാണ് അല്ലെ. ഒബ്സർവബിൾ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കീ ഐഡിയ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഡെവെ എന്താണ് ഫോക്കസ് ചെയ്തത്? കോഗ്നിറ്റീവ് ഓർ പ്രോഗ്രസീവ് ട്രഡീഷൻ അല്ലെ, ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കീ ഐഡിയ ആയിരുന്നു ഡെവി ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിന്റെ കൂടെ എഡീഷണലി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഓരോ തിയറിസ്റ്റും അവരെ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അവരുടെ സ്റ്റഡീസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തായിരുന്നു എന്നുള്ളതും കൂടി അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സോഷ്യോ കൾച്ചറൽ തിയറി വാസ് അഡ്വക്കേറ്റഡ് ബൈ അല്ലെ. സോഷ്യോ കൾച്ചറൽ തിയറി ആരാണ് അഡ്വക്കേറ്റ് ചെയ്തത്? ഓക്കെ, വൈഗോട്സ്കി ഉണ്ട്, ഒസബൽ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, സ്കിന്നർ ഉണ്ട്. ഇതിൽ ആരാണ് സോഷ്യോ കൾച്ചറൽ തിയറി അഡ്വക്കേറ്റ് ചെയ്തത്? കറക്റ്റ് ആൻസർ എന്താണ്? വൈഗോട്സ്കി ആണ് അല്ലെ. സോഷ്യോ കൾച്ചറൽ തിയറി വാസ് ഡെവലപ്ഡ് ബൈ ലെവ് വൈഗോട്സ്കി. ഈ ഫുൾ നെയിമിനെ നിങ്ങളിപ്പോ ഐ ഹോപ്പ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഫുൾ നെയിം എപ്പോഴും എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഫൈൻ, ഷോർട്ട് ഫോം ആക്കരുത്, കാരണം ക്വസ്റ്റ്യൻ വരിക ഫുൾ നെയിമിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എപ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള ഈ പ്രത്യേകിച്ച് ലേണിംഗ് തിയറീസിലും ഈ സൈക്കോളജിസ്റ്റിന്റെ ബിഹേവിയറിസ്റ്റിന്റെ ഒക്കെ പേര് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നം അതാണ്. ഓക്കെ, അത് ഒഴിവാക്കാനും വേണ്ടി ഫുൾ നെയിം തന്നെ എഴുതുക. എന്താണ് ആക്ച്വലി സോഷ്യോ കൾച്ചറൽ തിയറി? എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. Vygotsky's socio-cultural theory of learning says that a person's learning and cognitive development are strongly influenced by their social interaction, culture, language and environment അല്ലെ. അതായത് സോഷ്യൽ കൾച്ചറൽ തിയറി എന്താ പറയുന്നത്? ഒരു മനുഷ്യന്റെ, ഒരു പേഴ്സന്റെ ലേണിങ്ങും അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സോഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് എൻവിറോൺമെന്റ്, ചുറ്റുപാട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നാണ് സോഷ്യോ കൾച്ചറൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ ആ കോഡ് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യോ, സൊസൈറ്റി, സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെ, കൾച്ചർ, ലാംഗ്വേജ്, എൻവിറോൺമെന്റ്, ഇതൊക്കെ എന്താണ്? അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗഗ്നെ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, തിയറീസ് ഓഫ് ലേണിംഗ്, ഇവാലുവേഷൻ ഓഫ് ലേണിംഗ്, മാനേജ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഗഗ്നെ ഇതിൽ ഏതാണ് ഫോക്കസ് ചെയ്യുന്നതാണ്? ഓക്കെ, എന്താണ് കറക്റ്റ് ആൻസർ? ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് അല്ലെ. റോബർട്ട് എം ഗഗ്നെ was an American educational psychologist who is particularly known for his conditions of learning and hierarchy of learning അല്ലെ. അപ്പൊ ഗഗ്നെ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എവിടെയായിരുന്നു? കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഈ 2 കോൺസെപ്റ്റിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് തിയറി ഓഫ് ലേണിംഗ്? നമുക്ക് നോക്കാം. ഗഗ്നെ പ്രൊപ്പോസ് ദാറ്റ് ലേണിംഗ് occurs in different forms and levels അല്ലെ. 8 ഫോംസ് ഉണ്ട്, 8 ഹയറാർക്കി ഉണ്ട് കേട്ടോ. സോറി, 8 ഹയറാർക്കി ഉണ്ട്. ഡിസ്കസ് ചെയ്യാം കേട്ടോ, 8 ഹയറാർക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ ഗഗ്നയുടെ ലേണിംഗ് തിയറി പ്രകാരം എന്താണ്? ഈ ലേണിംഗ് ഒക്കർ ചെയ്യുന്ന എന്താണ്? ഡിഫറെന്റ് ഫോംസിലും ഡിഫറെന്റ് ലെവൽസിലാണ്. ഓരോ നമ്മളെ ഈ ലാഡർ ഉണ്ടല്ലോ, ഓരോ സ്റ്റെപ്സുകളായിട്ടാണ്, ഓരോ ലെവൽസ് ആയിട്ടാണ് ലേണിംഗ് എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യന് സംഭവിക്കുന്നതാണ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ആ ലേണിംഗിന്റെ സ്റ്റെപ്സ്? ഏത് രീതിയിലാണ്? അതിന്റെ നാച്ചർ എന്താണ്? സിമ്പിൾ ടൈപ്സ് ഓഫ് ലേണിംഗ് ടു മോർ കോംപ്ലക്സ് ഫോംസ് അല്ലെ. ആദ്യം എന്തായിരിക്കും? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? സിമ്പിൾ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്യുക. പതിയെ 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 അവർ ഏറ്റവും മുകളിൽ എന്താണ്? ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗിലോട്ട് അവർ എത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, ഹി അറേഞ്ച് ലേണിംഗ് ഇൻ എ ഹൈറാർക്കി വേർ സിമ്പിൾ ഫോംസ് ഓഫ് ലേണിംഗ് പ്രൊവൈഡ് എ ഫൗണ്ടേഷൻ ഫോർ മോർ കോംപ്ലക്സ് ലേണിംഗ് അല്ലെ. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഹൈറാർക്കി സ്ട്രക്ചർ കേട്ടോ. ഓക്കെ, ഇതാണ്, ഇതിങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ വരിക. 1 സെക്കൻഡ്. ഇതാ, ഓക്കെ, അതായത് സിമ്പിൾ, ഇവിടെ സിമ്പിൾ ആണ് വരിക. ഇത് ഇതുവരെ നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കണേ. സിമ്പിൾ ടു കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സിഗ്നൽ ലേണിംഗ് ആണ് അല്ലെ. ലേണിംഗ് ടു റെസ്പോണ്ട് ടു എ സിഗ്നൽ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാനും വേണ്ടിയിട്ടാണ് അല്ലെ. എ ചൈൽഡ് ബിക്കംസ് അലേർട്ട് വെൻ ഹിയറിംഗ് ദി സ്കൂൾ ബെൽ അല്ലെ. നമ്മളെ ഒരു സിഗ്നലിന് റെസ്പോണ്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. അതാണ് ഈ പറയുന്ന സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്താണ്? സ്റ്റുഡന്റ് റേസ് ദെയർ ഹാൻഡ്സ് വെൻ ദ ടീച്ചർ ആസ്ക് എ ക്വസ്റ്റ്യൻ അല്ലെ. എന്താണ്? പിന്നെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികൾ കൈ പൊന്തിക്കുക എന്നുള്ളത് എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് അല്ലെ. അതായത് എന്തോ ഒരു കാര്യം, ഒരു ട്രിഗറിങ് ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. ഫൈൻ, അതാണ് ഈ പറയുന്ന സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അതെന്താണ്? നെക്സ്റ്റ് ലെവലാണ്. പിന്നെന്താണ്? ചെയിനിങ്.
കണക്ടിങ് സീരീസ് ഓഫ് റെസ്പോൺസസ് അല്ലെ. എക്സാമ്പിൾ ലേണിംഗ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോർ ടൈയിങ് ഷൂ ലേസ് അല്ലെ. നമ്മളെ ഷൂ ലേസ് കെട്ടുന്നതിന് എന്തുണ്ട്, ഒരു സീരീസ് ഉണ്ട് അല്ലെ. ആദ്യം നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആദ്യം ഒരു കെട്ട് കെട്ടും, അതിനുശേഷം രണ്ടറ്റം കൂട്ടി പിടിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി മുറുക്കി കിട്ടും അല്ലെ. അതെന്താണ്, അതിനെ ചെയിനിങ് എന്ന് പറയുക അല്ലെ. അതായത് ഒരു സീരീസ് ഓഫ് റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വെർബൽ അസോസിയേഷൻ, കണക്ടിങ് വേർഡ്സ് ഓർ വെർബൽ ഇൻഫോർമേഷൻ, ലേണിംഗ് എ പോയം ഓർ റിമെമ്പറിംഗ് എ സീക്വൻസ് ഓഫ് വേർഡ്സ് അല്ലെ. അപ്പോൾ നമ്മള് ഒരു പോയം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാരഗ്രാഫ് പഠിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പോ വേർഡ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ്, ഒരു ഇൻഫോർമേഷൻ, ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ എന്ത് പറയാ, വെർബൽ അസോസിയേഷൻ അല്ലെ. വേർഡ്സിനെ, വെർബൽ ഇൻഫോർമേഷൻസിനെ കണക്ട് ചെയ്യാം, വെർബൽ അസോസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. ലേണിംഗ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റിമുലി. ഓക്കെ, അതായത് നമ്മള് പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, 4 കാലുള്ളത് പട്ടിയാണെന്ന് ആദ്യം പഠിക്കും, ഡോഗ് ആണെന്ന് പഠിക്കും. അതിനുശേഷം അവർക്ക് മനസ്സിലാവും 4 കാലുകളിലുള്ള പശുവിനെ കണ്ടാൽ മനസ്സിലാവും 4 കാലുള്ളത് പട്ടി മാത്രമല്ല പശുവും കൂടി ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താണ്, ലേണിംഗ് തന്നെ അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, 4 കാലുള്ളത് ഡോഗ് മാത്രമല്ല വേറെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, നമ്മൾ അതിനെ വിട്ട് പഠിക്കാം. ഓക്കെ, അതിനെ മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലേണിംഗ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റിമുലി. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡോഗ് ആൻഡ് കാറ്റ് എന്നുള്ളത്. പിന്നെ എന്താണ്, കോൺസെപ്റ്റ് ലേണിംഗ് അല്ലെ, ലേണിംഗ് ടു ഐഡന്റിഫൈ ഒബ്ജക്ട്സ് ഓർ ഇവന്റ്സ് ദാറ്റ് ഷെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, a child is different animals and understand they are all birds അല്ലെ. അതായത് ഇപ്പോ ഒരുപാട് തരത്തിലുള്ള പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് ബേർഡ്സ് ആണ് എന്നുള്ള ലോജിക് ഉണ്ടല്ലോ, അതൊരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അതിന് വിളിക്കുന്ന പേരാണ് കോൺസെപ്റ്റ് ലേണിംഗ്. ഓക്കെ, അതായത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഒരു സിംഗിൾ കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്, അത് നമ്മൾ ലേൺ ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ്, റൂൾ ലേണിംഗ്, learning how to apply a rule or principle, learning that 3 + 2 = 5 അല്ലെ. അതായത് റൂള്, പ്ലസ് വന്നു കഴിഞ്ഞാൽ 2 നമ്പർ കൂട്ടുക, മൈനസ് വന്നു കഴിഞ്ഞാൽ 2 നമ്പർ കുറക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താണ്, ഒരു നിയമമാണ്, ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റൂൾ ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്, യൂസിങ് പ്രീവിയസ്ലി ലേൺഡ് റൂൾസ് ആൻഡ് കോൺസെപ്റ്റ് ടു സോൾവ് എ ന്യൂ പ്രോബ്ലം അല്ലെ. നമ്മൾ മുന്നേ പഠിച്ച മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലോകത്തുള്ള ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഏറ്റവും ഹയർ ആയിട്ടുള്ള ലേണിംഗുള്ള ഒരു ഭാഗമാണ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്ത്, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഹയറാർക്കി ഓഫ് ലേണിംഗ് അല്ലെ. റോബർട്ട് എം ഗഗ്നയുടെ പ്രധാനപ്പെട്ട ഹയറാർക്കി ഓഫ് ലേണിംഗിൽ വരുന്നത് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഫൈൻ, നെക്സ്റ്റ് എന്താണ്, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ്. കാരണം എന്താ അറിയോ, ഈ ഹയറാർക്കിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഹയറാർക്കിയുമായി ബന്ധപ്പെട്ട് എത്ര ഹയറാർക്കി ഉണ്ട്, ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഹയറാർക്കി ഏതാണ്, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഹയറാർക്കി ഏതാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഹൗ മെനി ടൈപ്സ് ഓഫ് ലേണിംഗ് ആർ പ്രൊപ്പോസ്ഡ് ബൈ ഗഗ്നെ? നമുക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, എത്രയാണ്, 8 ആണ്, റൈറ്റ്, 8 അല്ലെ. റോബർട്ട് ഗഗ്നെ പ്രൊപ്പോസ്ഡ് 8 ടൈപ്സ് ഓഫ് ലേണിംഗ് ഇൻ ഹിസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇതിൽ പറയപ്പെടുന്നതില് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ഗഗ്നയുടെ പിന്നെ നിയമപ്രകാരം ഈ പറയപ്പെടുന്നതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലേണിംഗ് ഈസ് ദ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ഇൻ ഇൻഡിവിജ്വൽ ബ്രെയിൻ, ലേണിംഗ് ഈസ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച്, ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ സോഷ്യൽ എൻവിറോൺമെന്റ്, ലേണിംഗ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി ഇൻഡിവിജ്വൽ ബ്രെയിൻ. ഓക്കെ, ഇതിന്റെ നമ്മൾ ആ ഒരു ഹയറാർക്കിയിൽ ഇതിനെ പറ്റി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നാലും ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞുതരാം. എന്താണ്, ലേണിംഗ് ഈസ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച്. ഓക്കെ, റോബർട്ട് ഗഗ്നെ വ്യൂഡ് learning as a change in human capabilities or disposition that persist over time and is not simply the result of temporary factors such as fatigue, motivation or physical growth അല്ലെ. അപ്പൊ റോബർട്ട് ഗഗ്നെ എന്താ പറയുന്നത്, അതായത് ഈ ഹ്യൂമൻ കപ്പാബിലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നതാണ് അത് കാലാകാലങ്ങളോളം സ്ഥായിയായി നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് അൺഹെൽത്തി ആണെന്ന് നമ്മൾ പഠിച്ച് അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ മരണം വരാൻ നമ്മൾ ആ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതാണ്. അതായത് നമ്മളെ നമ്മൾ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ലേണിംഗ് ഈസ് റിലേറ്റീവ്ലി എ പെർമനന്റ് ചേഞ്ച്.
ഓക്കെ, അതാണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ഏതായിരുന്നു? ഏതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്? ഏതാണ്? കറക്റ്റ് ആൻസർ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് ആണല്ലേ. ഓക്കെ, 8 ടൈപ്സ് ഓഫ് ലേണിംഗിൽ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് ആണ് എന്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലെവല്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സോറി, ജലദോഷം. വിച്ച് തിയറി ഓഫ് ലേണിംഗ് emphasizes learning through observation, imitation and modeling? ഈ താഴെ കൊടുത്തുള്ള ഏത് തിയറിയിലാണ് ഈ ലേണിംഗ് പ്രോസസ്സ് ഈ രീതിയിൽ നടക്കുന്നത് പറഞ്ഞിട്ടുള്ളത്? ഒബ്സർവേഷനിലൂടെ, ഇമിറ്റേഷനിലൂടെ, മോഡലിംഗിലൂടെ, ബിഹേവിയറിസം ആണോ, സോഷ്യൽ ലേണിംഗ് തിയറി ആണോ, ഗസ്റ്റാൾട്ട് തിയറി ആണോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആണോ? പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. കറക്റ്റ് ആൻസർ എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി ആണ് അല്ലെ. സോഷ്യൽ ലേണിംഗ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ആൽബർട്ട് ബണ്ടൂര. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് പീപ്പിൾ ക്യാൻ ലേൺ ന്യൂ ബിഹേവിയേഴ്സ് by observing and imitating other people അല്ലെ. അപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെ. കൾച്ചർ, ലാംഗ്വേജ്, എൻവിറോൺമെന്റ്, ഓക്കെ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോ അക്കോർഡിംഗ് ടു സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബണ്ടൂര എന്താണ്? നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്? നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ബിഹേവിയർ നമ്മൾ സെൽഫായിട്ട് മാറ്റണമെന്നൊന്നുമില്ല. നമ്മളെ ആളുകൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, നമ്മൾ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ ഈ ലേണിംഗ് നമ്മുടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ. അതായത് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രൊപ്പൗണ്ട് ചെയ്തത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് പിന്നെ തിയറിസ്റ്റ് ആണെന്ന് ചോദിക്കുന്നത്? ജോൺ ഡെവേ ഉണ്ട്, BF സ്കിന്നർ ഉണ്ട്, എഡ്വേർഡ് ടോൾമാൻ ഉണ്ട്, ഡേവിഡ് ഓസബെൽ ഉണ്ട്. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. സോ എന്താണ് കറക്റ്റ് ആൻസർ? ജോൺ ഡെവേ ആണ് അല്ലെ. വാട്ട് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്? ഓക്കെ, ദ ഐഡിയ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ഈസ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് ജോൺ ഡെവേ, എ മേജർ പ്രാഗ്മാറ്റിസ്റ്റ് ഫിലോസഫർ ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ തിങ്കർ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ തിങ്കർ എന്ന് പറയുമ്പോൾ ചിലപ്പം ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് നല്ല ഒരുപാട് മാറ്റങ്ങൾ ഈ ലേണിംഗ് തിയറീസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വേർഡ് മീനിങ് അതിന് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. എഡ്യൂക്കേഷണൽ തിങ്കേഴ്സിൽ നിന്ന് ട്രഡീഷണൽ ആയിട്ട് മോഡേൺ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നത് ആരാണ്? അപ്പോ ജോൺ ഡെവി എന്നുള്ള ഓപ്ഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം, അദ്ദേഹം ആണ് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ തിങ്കർ ആയിരുന്നു. ഓക്കെ, ഡെവി ബിലീവ് ദാറ്റ് students learn better when they are actively involved in experiences and activities rather than simply listening to lectures or memorizing information. Okay, ഈ ചൈനയിലൊക്കെ ഇപ്പൊ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ചൈനന്റെ ലേണിംഗ് സിസ്റ്റം നിങ്ങൾ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം. അവരെ കുട്ടികള് ഒരു സ്കൂളിന്റെ നടുക്കൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ ക്ലാസ് റൂമിൽ ഇരിക്കാതെ പുറത്തിങ്ങനെ ഓടി നടന്ന് ചാടി നടന്ന് അതിന്റെ ഇടയിലാണ് കുട്ടികളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് കുട്ടികൾ എന്താണ് ഒരു ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് പഠിക്കുന്നതിന് പകരം അവരെന്താണ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നതിലൂടെ അല്ലെ. മാത്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബുക്കിൽ എഴുതി പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യാ, ഈ 2-3 നമ്മളെ ഈ കുട്ടികളുടെ ആ ഒരു ബ്ലോക്സുകളൊക്കെ വെച്ചുകൊണ്ട് അല്ലെ 3+2 എന്നൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടും എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് അവര് ആക്റ്റീവ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ലേണിംഗ് പിന്നെ സിസ്റ്റത്തിൽ ഇൻവോൾവ് ആവുമെന്നാണ് ആര് പറയുന്നത്? ജോൺ ഡെവെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ തിങ്കർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, in Skinner's theory, learning is strengthened when a behavior is followed by insight, reinforcement, cognitive map, assimilation അല്ലെ. സ്കിന്നർ തിയറിയിൽ ലേണിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവുക ബിഹേവിയറിന്റെ കൂടെ എന്തും കൂടി അറ്റാച്ച് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. ഇൻസൈറ്റ് അറ്റാച്ച് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് അറ്റാച്ച് ചെയ്യുന്നതിലാണോ, കോഗ്നിറ്റീവ് മാപ്പ് അറ്റാച്ച് ചെയ്യുന്നതിലാണോ, അല്ലെങ്കിൽ അസിമിലേഷൻ അറ്റാച്ച് ചെയ്യുന്നതിലാണോ? ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ പോസ് ചെയ്യുക, കണ്ടുപിടിക്കാം കേട്ടോ. കറക്റ്റ് ആൻസർ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. അപ്പൊ സ്കിന്നേഴ്സിന്റെ തിയറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. BF സ്കിന്നർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്പറാന്റ് കണ്ടീഷനിങ്, എ ഫോം ഓഫ് ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി. ദ ബേസിക് ഐഡിയ ഈസ് behavior followed by a reinforcing sequence is more likely to occur again. For example, കുട്ടികള് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? വീണ്ടും ആൻസർ പറയാനുള്ള ആ കോൺസെപ്റ്റിനെ പറ്റി പഠിച്ചിട്ട് ക്ലാസ്സിലോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാവും. അതായത് എല്ലാത്തിനും എന്ത് ചെയ്യണം? ഒരു റീഇൻഫോഴ്സ് ഉണ്ടാവണം, റിവാർഡോ പണിഷ്മെന്റോ. അതേ സമയത്ത് ഇപ്പൊ കുട്ടികൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ശിക്ഷ കൊടുക്കണം. അങ്ങനെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും
ഇനി ഞാൻ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് വീണ്ടും ശിക്ഷ കിട്ടും. അതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബിഹേവിയർ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നത്. ഓക്കെ, എല്ലാത്തിനും എന്താണ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യാണ്, നമ്മളെ ബിഹേവിയറുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലൊരു മാറ്റം അവിടെ സംഭവിക്കും എന്നുള്ളതാണ് BF സ്കിന്നർ ഈ പറയപ്പെടുന്ന സ്കിന്നേഴ്സ് തിയറിയിലൂടെ പറയുന്നത്. ഓക്കെ, ഒപ്പറാൻഡ് കണ്ടീഷനിങ് എന്നാട്ടോ പറയാം, ഒപ്പറാൻഡ് കണ്ടീഷനിങ് എന്നാ പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, according to Gestalt theory, learning occurs mainly through trial and error, conditioning, insight, reinforcement. Okay, Gestalt theory പ്രകാരം ലേണിംഗ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്, ട്രയൽ ആൻഡ് എററിലൂടെയാണോ, കണ്ടീഷനിങ്ങിലൂടെയാണോ, ഇൻസൈറ്റിലൂടെയാണോ, റീഇൻഫോഴ്സ്മെന്റിലൂടെയാണോ? ഓക്കെ, പോസ് ഈ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ്, ഇൻസൈറ്റിലൂടെയാണ്. കറക്റ്റ് ആൻസർ, ആൻസർ സി ആണ്, ഇൻസൈറ്റ് എന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് Gestalt theory of learning? Gestalt theory is associated with psychologists such as Max Wertheimer, Wolfgang Kohler, and Kurt Kofka. എന്തൊരു പേരല്ലേ. According to Gestalt psychologists, learning is not simply a matter of repeatedly trying different responses. Instead, learning can occur when the learner understands the relationship among the different part of the problem. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പഠിക്കുക എന്നുള്ളതല്ല. അതിന് പകരം എന്താണ്, അതിന്റെ റിലേഷൻഷിപ്പ് അല്ലെ, റിലേഷൻഷിപ്പ് ആദ്യം മനസ്സിലാക്കിയിട്ട് അല്ലെ, ഒരു പ്രോബ്ലത്തിന്റെ പല പല റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒരു കാര്യം പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ, ഈ പറയുന്ന ഇൻസൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് ക്യാപിറ്റലിസം എന്നുള്ള ഒരു സംഭവം, ഓക്കെ, അത് ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പിന്നെ എല്ലാ രാജ്യത്തും അതിന്റെ ഇൻവോൾവ്മെന്റ് സംഭവിക്കുകയാണ്. അപ്പം ഒരുപാട് തിയറീസുകൾ ഉണ്ട് ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. പിന്നെ ആൽഫ്രഡ് മാർഷൽ, ഇഫ് ഐ റിമെമ്പർ അല്ലെ, ആൽഫ്രഡ് മാർഷൽ ക്യാപിറ്റലിസ്റ്റിന്റെ ഫാദർ, ഇഫ് ഐ റിമെമ്പർ, അത് ശരിയാണ് കേട്ടോ, ഓർമ്മിച്ച ഒന്ന് റീചെക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷലിന്റെ തിയറീസും അതുപോലെ തന്നെ കാറൽ മാക്സിന്റെ തിയറീസ് ഒക്കെ ഞാൻ ഒരു സൈഡിൽ വെക്കുന്നു, നിലവിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പുറത്ത് വെക്കുന്നു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും യോജിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം വളരാൻ കാരണം. ഇതാണ് ഇൻസൈറ്റ് എന്ന് പറയാം അല്ലെ. അതായത് ഒരു പ്രശ്നത്തിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സാധനം മനസ്സിലാവും, കത്തി എന്ന് പറയും അല്ലെ, നമുക്ക് കത്തി എന്ന് പറയും. അതെന്താണ്, രണ്ട് പ്രശ്നങ്ങൾ, രണ്ട് പ്രോബ്ലംസിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇൻസൈറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ന്യൂറോ ഒരു പേരുണ്ട് അതിന്, നമ്മൾ ഈ കത്തുന്നതിന് ഒരു ബ്രെയിനിൽ ആ കത്തുന്ന സ്പാർക്ക് ഉണ്ടല്ലോ, അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു നെയിം ഉണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണോ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളതാണ് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഗെസ്റ്റാൾട്ട് തിയറി പറയുന്നത് കേട്ടോ. ഗെസ്റ്റാൾട്ട് തിയറി പറയുന്നത് എന്താണ്, ഈ ഇൻസൈറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അക്കോർഡിംഗ് ടു പിയാഗറ്റ്, when a learner modifies an existing schema to accommodate new information, it is called അല്ലെ. അതായത് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു നോളേജിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്സിസ്റ്റിംഗ് സ്കീമ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്തുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഒരു കുട്ടി 4 കാലുള്ള ഒരു മൃഗത്തെ കാണുന്നു. അപ്പൊ ആ കുട്ടി പറയാണ്, ആ കുട്ടിയുടെ അമ്മ പറയും ഇത് ഡോഗ് ആണെന്ന് പറയും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു, വേറെ സ്ഥലത്ത് പോയപ്പോ അവിടെ 4 ലെഗുള്ള, പക്ഷെ അവിടെ എന്തായിരുന്നു, പശു ആയിരുന്നു. അപ്പൊ കുട്ടി പറഞ്ഞു എന്താണ്, ഇത് ഡോഗ് ആണ്. അപ്പൊ അമ്മ പറഞ്ഞു, മദർ എന്ത് പറഞ്ഞു, മദർ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഡോഗ്, ദിസ് ഈസ് എന്താണ്, പിന്നെ നമ്മൾ എന്തായിരുന്നു എക്സാമ്പിൾ എടുത്തേ, ഞാൻ മറന്നുപോയല്ലോ. ഫോർ എക്സാമ്പിൾ നമുക്ക് എലിഫന്റ് എടുക്കാം. ഓക്കെ, എലിഫന്റ്, 4 കാലുള്ള എലിഫന്റ്. അപ്പൊ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താണ്, 4 ലെഗ് ഉള്ളത് ഡോഗ്സ് മാത്രമല്ല വേറെയും ആനിമൽസ് ഉണ്ട് എന്നെന്ത് ചെയ്യാണ് കുട്ടി മനസ്സിലാക്കുക. അതായത് ഓൾറെഡി പഠിച്ച ഒരു കാര്യമുണ്ട്, 4 കാലുള്ളത് ഡോഗ് ആണ്. ആ ഒരു സ്കീമയിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു സ്കീം, എക്സിസ്റ്റിംഗ് സ്കീമ നമ്മൾ അതിന് പറയാം, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ന്യൂ ഇൻഫോർമേഷൻ ആഡ് ചെയ്യാണ്. അതായത് 4 കാലുള്ളത് ഡോഗ് മാത്രമല്ല, അതിന്റെ കൂടെ വേറെയും ആനിമൽസിൽ എന്തുണ്ട്, 4 കാലുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്, അസിമിലേഷൻ ആണോ, അക്കോമഡേഷൻ ആണോ, റീഇൻഫോഴ്സ്മെന്റ് ആണോ, സ്കഫോൾഡിംഗ് ആണോ? ഓക്കെ, പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. എന്താണ് കറക്റ്റ് ആൻസർ? അക്കോമഡേഷൻ ആണ് അല്ലെ. അക്കോമഡേറ്റ് ചെയ്യുക അല്ലെ, താമസിപ്പിക്കുക, നമ്മളെ ബുദ്ധിയിലോട്ട് ഒരു കാര്യത്തിന് എഡീഷണലി താമസിപ്പിക്കുക, അതാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോ
Jean Piaget explained cognitive development using the concept of schema. A schema is a mental framework or pattern that a person uses to understand and organize information. അല്ലെ, ഒരു കുട്ടി എന്ത് ചെയ്യാണ്, 4 കാലുള്ള ഡോഗ് ആണെന്ന് എന്ത് ചെയ്യാണ്, മെന്റലി സ്റ്റോർ ചെയ്യാണ്, ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാണ്. ഇതാണ് സ്കീമ എന്ന് പറയാം. Accommodation occurs when a learner changes an existing schema or creates new schema because the new information does not fit the existing model. അപ്പോ കുട്ടിക്ക് മനസ്സിലായി 4 കളർ ഡോഗ് മാത്രമല്ല വേറെ ആനിമൽസ് ഉണ്ട്. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു, അതിലോട്ട് എന്ത് ചെയ്യാണ്, അഡീഷണലി വേറൊരു സ്കീമയും കൂടി ആഡ് ചെയ്തു. ഇതാണ് അക്കോമഡേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. സോ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയുന്നതിലൂടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആക്റ്റീവ് ആവും, ഞാനും ആക്റ്റീവ് ആവും, പ്രശ്നമില്ല, ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യും. ഓക്കെ, നോ വറീസ്. ഓക്കെ, നമുക്ക് ഇതിനെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ, കാരണം അതിൽ നമ്മൾ പിന്നെ ഒരുപാട് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയുടെ ഒരു പ്ലേലിസ്റ്റ്, കോൺസെപ്റ്റുകളൊക്കെ പ്ലേലിസ്റ്റ്, ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്ട് 2 നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, that's all about today's session. So we'll see you in the next video. Till then, bye and thanks everyone.